ഇന്നത്തെ വീഡിയോയിൽ 4.5 സെന്റ് പ്ലോട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത് അതിന്റെ 3D പ്ലാൻ എലിവേഷൻ ഡിസൈൻ ഇതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഹനീത് അനുഗാസിന്റെ പരിപാടിയിലേക്ക് കിടക്കും. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നമുക്ക് വീട് നിർമ്മിക്കാനായിട്ടാണ്, വീടിന്റെ പ്ലാനോ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ വീഡിയോസ് ഇടുന്നതിന്റെ ഒരു ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ ഡെയിലി വീഡിയോസ് ഇടുമായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴേക്കാണ് വീഡിയോ ചെയ്യുന്നത്. അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സൈറ്റ് വർക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകേണ്ടതായിട്ട് വരും. അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ റെഗുലറായിട്ട് വരാത്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ക്ലയന്റ് ഒരു പ്ലാൻ, ഒരു 4.5 സെന്റ് പ്ലോട്ട് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പ്ലാൻ വേണം. ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ വരുന്ന പ്ലാനാണ് വേണ്ടത്. അപ്പോൾ ആളുടെ ഒരു എലിവേഷൻ ഡിസൈൻ ഉണ്ടായിരുന്നു, നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു എലിവേഷൻ ഡിസൈൻ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ആ ഒരു എലിവേഷൻ ഡിസൈനിൽ മാറ്റമൊന്നും വരുത്താൻ പാടില്ല. അതേ എലിവേഷൻ ഡിസൈൻ ആൾക്ക് കിട്ടണം. അതിന് പറ്റുന്ന ഒരു പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ വരച്ചൊരു പ്ലാനാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ ഇനിയും റീവർക്കുകൾ വരും. നമ്മൾ ക്ലാരിറ്റി അയച്ചു കൊടുത്തിട്ട് ആൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറണം. അല്ലെങ്കിൽ വാസ്തുവിൻ്റെ അളവുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിലുള്ള പ്ലാനാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പ്ലാൻ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് എന്നുള്ളത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ് പ്ലാൻ. സൈറ്റ് പ്ലാൻ എന്നല്ല, ഈ ഒരു ഡയമെൻഷൻസിൽ നിന്ന് ഉള്ളിലാണ് നമുക്ക് ഈ വീടിന്റെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബിൽഡിംഗ് റൂള്, അതിന്റെ സെറ്റ് ബാക്കുകൾ, അളവുകളൊക്കെ വിട്ടിട്ടുള്ള ഒരു ലേഔട്ടാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇതിലിപ്പോൾ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണറിൽ കിച്ചൺ വേണം എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നമ്മളുടെ ഒരു എലിവേഷൻ ഡിസൈനിന് മാച്ച് ആകുന്ന രീതിയിൽ പ്ലാൻ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് കിച്ചൺ മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കിച്ചൺ വരുന്നുണ്ട്. ഇനി ഈ 2 കോർണറുകളിലായിട്ട് ബെഡ്റൂമുകളാണ്. ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം. ഇത് പ്ലോട്ട് ചെറുതായിട്ടൊരു എന്താണ് കറക്റ്റ് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലല്ല, ഇവിടെ ഒരു കട്ടിങ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്ര ഏരിയ നമുക്കൊരു ബെഡ്റൂമായിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സെൻട്രലാണ് സിറ്റ് ഔട്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമ്മൾ 2 ബെഡ്റൂമാണ് ക്ലയൻറ്റിന് ആവശ്യമുള്ളത്. ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് വേണം. നമുക്കിപ്പോൾ ഇവിടെ കൊടുക്കാനായിട്ട് പറ്റില്ല, നമുക്ക് ഇവിടെയാണ് അതിൻ്റെ ഒരു സ്പേസ് ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു ബാത്റൂം കൊടുക്കുകയാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിങ് ഏരിയയിലേക്ക് കിടക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു കോമൺ ബാത്റൂം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഏരിയ നമ്മൾ വരച്ച് സോഫ്റ്റ്വെയറിലിട്ട് വരച്ച് വരുന്ന സമയത്ത് ഇവിടെ സ്പേസ് കിട്ടുകയാണെങ്കിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെ കൊടുക്കാം. നമുക്ക് ബാത്റൂമുകൾ എപ്പോഴും അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ പ്ലംബിംഗ് കോസ്റ്റുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ ഒരു ബാത്റൂം, കോമൺ ബാത്റൂം കൊടുക്കുകയാണെങ്കിൽ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് കൊടുക്കാനും പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്പേസ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ വരച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ അവർക്ക് റെനോവേഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു മൂന്നാമതൊരു ബെഡ്റൂം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ബെഡ്റൂം കൊടുക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 4.5 സെന്റ് പ്ലോട്ട് ഉണ്ട്. അതിലിപ്പോൾ 2 ബെഡ്റൂം, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, സിറ്റ് ഔട്ട് ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ. അപ്പോൾ ഇതിനെ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ വരുന്ന ഒരു പ്ലാനായിട്ടാണ് മാറ്റേണ്ടത്. പ്ലാന്റെ ഡിസൈൻ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പ്ലാൻ നമ്മൾ സോഫ്റ്റ്വെയറിലിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കൊടുത്തിട്ട് കറക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം 310 140 എന്നുള്ള അളവിൽ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ ഒരു ലിവിംഗ് ഹാള് 288 290. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കോട്ടയാട് പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്താണ്. അവിടെ നിന്ന് ഡൈനിങ് 400 330 സെന്റിമീറ്റർ എന്നുള്ള ഒരു ഡൈനിങ്, ഒരു കിച്ചൺ, ഒരു ബെഡ്റൂം 300 288, 310 300 എന്നുള്ള രണ്ടാമത്തെ ബെഡ്റൂം, 2 ബാത്റൂമുകളുണ്ട്, ഒരു അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂമായിട്ട് ഭാഗത്തായിട്ട് ഒരു വാഷ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. വീടിന്റെ പ്ലാൻ കണ്ടല്ലോ. ഇപ്പോൾ 910 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ 3D പ്ലാൻ നോക്കാം. ഇപ്പോൾ ഇതിൽ ഇവിടെ സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. സിറ്റ് ഔട്ടിൽ ഈ ഒരു ലിവിംഗ് സ്പേസ്, TV യൂണിറ്റ് ഒക്കെ എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ സോഫ. അതിനുശേഷം നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഇതായിട്ട് കിച്ചണിൽ ഡോർ കൊടുത്തിട്ടില്ല, കിച്ചൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ബെഡ്റൂമാണിത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം, അതിനോട് ചേർന്ന് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡൈനിങ് എന്നൊരു നേരിട്ടൊരു വ്യൂ കിട്ടാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വാഷ് ഏരിയ അങ്ങോട്ട് മാറ്റി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് 3D പ്ലാനിൽ വരുന്നത്. ഇനി നമ്മളിതിൽ റീവർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും വെറുതെ ഒരു പ്ലാൻ പോയി വരച്ചങ്ങോട്ട് പണി തുടങ്ങുകയല്ല ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈൻ കാണാം. നമ്മുടെ ചാനലിൽ എല്ലാ ആഴ്ചയും പ്ലാനുകൾ, അതിന്റെ 3D എല്ലാം എടുത്തിട്ട് അതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ്, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്.
പിന്നെ നമ്മൾ വെറുതെ പ്ലാനുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു എമൗണ്ട് പറയാറുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് താഴെ വരുന്നതുകൊണ്ട് തന്നെ ഒരു 19 ലക്ഷം മുതൽ ഒരു 20 ലക്ഷം വരെയൊക്കെ ഇതിന്റെ കോസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം ചെറിയ വീടാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അതിൽ ക്വാളിറ്റി കുറച്ച് മതി എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ഒരു ചിന്ത സ്വതവേ എല്ലാവരുടെ കയ്യിലും ഉണ്ട്, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. ചെറിയ വീട്, ക്വാളിറ്റി കുറഞ്ഞ വീട്, അതിന് റേറ്റ് കുറവെന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു 20 ലക്ഷം രൂപയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിത് ഫൗണ്ടേഷൻ്റെ കാര്യം നമുക്കിപ്പോൾ പ്ലോട്ട് കാണാതെ ഒന്നും പറയാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു ആവറേജ് റേറ്റ് വെച്ചിട്ടൊരു 3 ലക്ഷത്തിൽ താഴെയൊക്കെ, അല്ലെങ്കിൽ 3 ലക്ഷത്തിൻ്റെ അടുത്തൊരു ഫൗണ്ടേഷൻ നമുക്ക് കോസ്റ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. പിന്നെ സ്ട്രക്ചർ വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആകുന്ന സമയത്ത്, പിന്നെ വാർക്ക വരെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റിന്റെ പകുതിയൊക്കെ വാർക്ക വരെ വരും. അതായത് ഒരു 20 ലക്ഷം രൂപ നമ്മൾ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന വീടാണെങ്കിൽ 10 ലക്ഷം മുതൽ 11 ലക്ഷം വരെയൊക്കെ നമുക്ക് അതിന്റെ വാർക്ക വരെ, അതിന്റെ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കോസ്റ്റ് വരും. പിന്നെ ബാക്കിയുള്ളൊരു 9 ലക്ഷം ഒക്കെയാണ് നമുക്ക്, അതായത് ഒരു പകുതി 50% നമുക്ക് മറ്റുള്ള വർക്കുകൾ, നമ്മുടെ പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, ടൈൽ, അതുപോലെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഡോർ, വിൻഡോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി എന്നല്ല, നമ്മൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഇപ്പോൾ സാനിറ്ററി ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ പോകുന്നതിന് പകരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയൽസ്, അത് നമുക്കിപ്പോൾ ഒരു എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും അതിൻ്റെ ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടല്ലോ, അത് കിട്ടുന്ന കമ്പനികളിലേക്ക് പോകാന്നുള്ളതാണ്. അല്ലാതെ വില കുറവിന് കിട്ടുന്നതിലൊന്നും നമുക്കിപ്പോൾ പല സൈറ്റുകളിലും അല്ല പല ആളുകളും നമ്മളെ റിനോവേഷൻ വർക്കിനൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഒരു വർഷത്തിൽ താഴെ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും അവിടെ, ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് കോൺടാക്ട് ചെയ്യാനുള്ള കസ്റ്റമർ കെയർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ബ്രാൻഡഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളത് വിളിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ അവർ വരും. അത് അത് ഓരോരുത്തരുടെ എന്താണ് ആവശ്യമാണ്. നമുക്ക് തുടക്കത്തിൽ കുറച്ച് പൈസ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറേ വർഷത്തേക്ക് ഒരു ടെൻഷനില്ലാതെ പോവും. അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ കുറച്ച് പൈസ ലാഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും നമ്മൾ അതിൻ്റെ ഇരട്ടി പൈസ നമ്മൾ ചിലവാക്കേണ്ടി വരും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബജറ്റ് വീടുകൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെയും ധാരണ ഇതാണ്, ബജറ്റ് വീട് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നമുക്ക് എന്താണ് ആവശ്യം അത് മാത്രം ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് കോസ്റ്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഇന്റീരിയറിന്റെ കാര്യങ്ങളൊന്നും അങ്ങനെ വലിയതായിട്ട് ക്ലയന്റിനെ സംബന്ധിച്ച് ആൾക്ക് അങ്ങനെ ഇല്ല. ആൾക്ക് ഒരു എക്സ്റ്റീരിയർ എലിവേഷൻ ആണ് ആളുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു ബെഡ്റൂം കൂടി ആ ഡൈനിങ് അതിൻ്റെ ആ ഒരു നമ്മുടെ കോമൺ ബാത്റൂം വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ മൂന്നാമതൊരു ബെഡ്റൂം കൊടുക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അതിപ്പോൾ ഇൻ കേസ് റെനോവേഷൻ വർക്കുകൾ വരികയാണെങ്കിൽ ഇപ്പോൾ ആൾക്കൊരു മൂന്നാമതൊരു ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണെങ്കിൽ മെയിനായിട്ട് വർക്ക് എടുക്കുന്നത്. 2 ജില്ലകളിൽ നമുക്ക് ഓഫീസുണ്ട്, അങ്കമാലിയിലും കൊടുങ്ങല്ലൂരിലും നമുക്ക് ഓഫീസുണ്ട്. ഇനിയിപ്പോൾ മറ്റു ജില്ലകൾ, ഇപ്പോൾ പാലക്കാട് പോലുള്ള മലപ്പുറം, കോട്ടയത്തൊക്കെ ഞങ്ങൾ വർക്കുകൾ വരുന്നുണ്ട്. സൂപ്പർവിഷനായിട്ട് വലിയ കൺസ്ട്രക്ഷനൊക്കെ ആയിട്ട് വർക്കുകൾ വിളിക്കുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മളിപ്പോൾ ഇത്ര ലോങ്ങിൽ പോയി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചൊരു ബഡ്ജറ്റിൽ അത് നിൽക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ പല ആൾക്കാർ ഈ ബഡ്ജറ്റ് കുറഞ്ഞ വീടുകൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ അവിടെ ലോക്കൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ ബിൽഡറെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുക. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വന്ന് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ വലിയ വർക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ വർക്കുകളെല്ലാം തന്നെ സൈറ്റിൽ ഞങ്ങൾ ആഴ്ചയിൽ 2-3 ദിവസം, ഇപ്പോൾ വർക്ക് നടക്കുന്നില്ലെങ്കിൽ തന്നെ ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ആ സൈറ്റിൽ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്കുകളിൽ എപ്പോഴും നമ്മളുടെ ഒരു സൂപ്പർവിഷൻ വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് പുറത്തേക്ക് അങ്ങനെ വർക്കുകൾ എടുക്കാത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.